ഏഴിന്റെ പണി എന്ന് പറഞ്ഞ ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയെങ്കിലും ഈ കഴിഞ്ഞ 3 ആഴ്ചയിലും ആ പണിയുടെ ഒരു നല്ലൊരു ഘട്ടം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇതൊരു പലതരത്തിലുള്ള പരാതികളും കഴിഞ്ഞ സീസണേക്കാൾ ബാക്കിലോട്ട് പോകുന്നു, എത്തരത്തിലുള്ള പല വാക്കുകളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. എന്നാൽ ഇതിന് കാരണം ഒരൊറ്റ ഗ്രൂപ്പാണ്. അത് അക്ബർ അപ്പാനി ഗ്രൂപ്പ് അല്ല, പകരം ഒരു പവർ ഗ്രൂപ്പാണ്, ഒരു മുംബൈ വാല പവർ ഗ്രൂപ്പ്. ജിസേൽ ടക്രാൾ, ആര്യൻ കഥൂരിയ എന്നിവർ മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഹൗസിന്റെ അവസ്ഥ ഇന്ന് ലാലേട്ടൻ വരുന്നതോടുകൂടി പൊളിയും എന്ന് പ്രൊമോ വീഡിയോയിൽ നിന്ന് വ്യക്തമാക്കാം. പക്ഷെ എന്നിരുന്നിട്ടും എല്ലാവരും ജിസേലിന്റെയും ആര്യന്റെയും പിറകിൽ പോകുന്നതും ജിസേലിനെ കുറിച്ച് എന്തൊരു കാര്യം പറഞ്ഞാലും ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം കോർണർ ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു എന്നതുകൊണ്ടും ഞാൻ ഒരു കാര്യം ഒന്ന് അഡ്രസ് ചെയ്യാം. ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ 7 ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു റിവ്യൂ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ജിസേലിനെ കുറിച്ച് ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ജിസേൽ മാത്രമല്ല, ആര്യനും ഇതിൽ വ്യക്തമായി ഉൾപ്പെടുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ 7 മൊത്തത്തിൽ ഭരിക്കുന്ന രണ്ടുപേരാണ് ജിസേലും ആര്യനും എന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് ബിഗ് ബോസ് ഹൗസിനകത്തും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഒരു ഉപഗ്രഹം പോലെ ഇവരുടെ ഇടയിൽ ചുറ്റിക്കറങ്ങുന്നത്. എല്ലാവരും ആകെ കൂടി ചർച്ച ചെയ്തിട്ടുള്ള ബിഗ് ബോസ് ഹൗസിലെ ഗ്രൂപ്പിസം അത് അക്ബർ അപ്പാനി മാത്രമാണ്. പക്ഷേ ഇവർ പലയിടങ്ങളിലായിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അയൽക്കൂട്ടം കളിക്കുന്നു എന്നല്ലാതെ അവർ അനാവശ്യമായി മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്ത് ഇന്നുവരെ സ്വന്തമായി ഒരു ഗെയിം കളിച്ചിട്ടില്ല. എന്നാൽ ഈ പറയുന്ന അക്ബറും അപ്പാനിയും വരെ ആര്യന്റെയും ജിസേലിന്റെയും മുന്നിൽ മുട്ടുകുത്തുന്ന അവസരങ്ങൾ പല തവണ നമ്മൾ കണ്ടതാണ്. ആര്യൻ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം വളരെ അധികം തമാശയിലാണ് എല്ലാവരും കൺസിഡർ ചെയ്യാറ്. ഇനി ആര്യന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ച് ന്യായീകരിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ നല്ല വാക്സാമർത്ഥ്യമുള്ള ജിസേൽ അതിനെ നന്നായി ന്യായീകരിച്ച് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കാറുണ്ട്. ജിസേലിനെ മോശമായി നോക്കുന്നത് വരെ എന്തോ വലിയ വിഷമം പോലെ ഷാനവാസ് ജിസേലിനോട് പറയാറുണ്ട്. അത് മാത്രമല്ല, എല്ലാവരും എത്ര വലിയ കള്ളിയായി ജിസേലിനെ ചിത്രീകരിച്ചിട്ടും സ്നേഹത്തോടെ അല്ലാതെ, ഇത് നെവിനെ ചേർത്ത് പറയുകയാണെങ്കിൽ നെവിൻ ഒരു ടാസ്കിൽ പോലും വളരെ സ്നേഹത്തോടെയാണ് ജിസേലിനെ കള്ളി എന്ന് വിളിക്കുന്നത്. അത്തരത്തിലൊരു കള്ളത്തരം ചെയ്തു എന്ന് പറഞ്ഞിട്ടും ജിസേലിന് അത് വളരെ മനോഹരമായി മാനിപ്പുലേറ്റ് ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നന്മ മരവും ക്യൂട്ട്നെസ് വാരിക്കോരി വിതറാനും ജിസേലിന് സാധിച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു പണിപ്പുര ടാസ്കിലേക്ക് വരാം. അതിൽ മൊട്ടയടിക്കുക എന്ന് പറയുന്ന ടാസ്ക് കിട്ടിയത് ജിസേലിനാണ്. പക്ഷേ ആ പറഞ്ഞ ജിസേൽ അത് ചെയ്യണോ വേണ്ടിയോ എന്ന് ഒന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അത് നൈസായിട്ട് ആര്യൻ അവിടെ സംസാര വിഷയമാക്കുകയും അത് ആ പ്രശ്നം, അതായത് ആ ഒരു മൊട്ടയടിക്കുക എന്നുള്ളത് അനീഷിന് സാധിക്കുമായിരുന്നു, അനീഷിന് അത് ചെയ്തില്ല, അനീഷ് അതിൽ ഇടപെട്ടില്ല, മിണ്ടാതെ നിന്നു, ബിഗ് ബോസിനെ ധിക്കരിച്ചു എന്ന് പറഞ്ഞൊരു പ്രശ്നമാക്കി മാറ്റുകയാണ് ചെയ്തത്. എന്നാൽ അതിനു വേണ്ടിയിട്ട് ആര്യൻ പറഞ്ഞ ന്യായീകരണത്തിൽ ഒരുപാട് പിഴകുകൾ ഉണ്ടെന്ന് അവിടെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമാണ് ചൂണ്ടിക്കാണിച്ചത്. അതിൽ അച്ഛന്റെ പേരും മതപരമായ കാര്യങ്ങളും വരെ ആര്യൻ എടുത്ത് പുറത്തേക്കിട്ടു. എന്നാൽ അതിനെ തനിക്ക് കിട്ടിയ ടാസ്ക് ആര്യന്റെ തലയിൽ എടുത്തു വെക്കേണ്ട എന്ന് പറഞ്ഞ് ജിസേല് ആര്യനെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്നിട്ടും അക്ബർ ഉൾപ്പെടെ എല്ലാവരും ആര്യൻ ആ പറഞ്ഞത് തെറ്റാണെന്ന് അപ്പാനിയും ഒക്കെ മനസ്സിലാക്കിയിട്ടും ജിസേലിന് വേണ്ടിയിട്ടോ അതോ ആര്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കുന്ന അത്ര ഈസി ആയിട്ടൊന്നും, അല്ലെങ്കിൽ അത്ര ഗൗരവത്തോടെ ഒന്നും ഇവർ ഇതിനെ കണ്ടില്ല. അവർ അവിടെ വലിയൊരു വഴക്കിലേക്ക് എത്തിച്ചിട്ടില്ല. അവർക്ക് കിട്ടേണ്ടിയിരുന്ന, എല്ലാവർക്കും കിട്ടേണ്ടിയിരുന്ന പല ഭക്ഷണ സാധനങ്ങളും അവരുടെ വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളുമാണ് ആ പണിപ്പുര ടാസ്കിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടത് എന്ന് അറിഞ്ഞിരുന്നിട്ടും എന്തുകൊണ്ട് വലിയൊരു പ്രശ്നം അവർ അന്ന് ഉണ്ടാക്കിയില്ല? അതിന് പ്രധാന കാരണം ആര്യനും ജിസേലും അവിടെയായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രിവിലേജ് ആണ്. യാതൊരു പ്രിവിലേജും നിങ്ങൾക്കില്ല എന്ന് ലാലേട്ടൻ ഒരു തവണ ജിസേലിനോട് എടുത്തു പറഞ്ഞിട്ടും മറ്റു മത്സരാർത്ഥികൾ ഇന്നും പ്രിവിലേജ്ഡ് ആയിട്ട് കാണുന്ന രണ്ടുപേരാണ് ആര്യനും ജിസേലും. പുറത്ത് നല്ലൊരു ഓഡിയൻസ് സപ്പോർട്ട് അനുമോൾക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്, അത് തിരിച്ചറിഞ്ഞത് റെന ഫാത്തിമ വഴിയോ നെവിൻ വഴിയോ ആയിരിക്കാം. അതുകൊണ്ട് മാത്രമാണ് ജിസേൽ അനുമോളെ ടാർഗറ്റ് ചെയ്തത്. അതിൽ നിന്നും അനുമോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ജിസേൽ എന്ത് പറഞ്ഞാലും ഈ പറയുന്ന ആണുങ്ങൾ അത്രയും ഒരു മൊണ്ണകളെ പോലെ ജിസേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞു. അതിനുശേഷമാണ് ജിസേലിന്റെ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് തെറ്റുകൾ ഇത് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ജിസേലിന് മാത്രം എന്തുകൊണ്ട് പ്രിവിലേജ് എന്ന് ചോദിക്കാൻ തുടങ്ങിയത്. ജിസേലും അതുകൊണ്ട് തന്നെ അനുമോൾക്കുണ്ടായിരുന്ന ആ ഒരു ഓഡിയൻസ് സപ്പോർട്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടെ മറ്റുള്ളവരെ എല്ലാം അനുമോൾക്കെതിരെ തിരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തിരിപ്പിച്ചതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് കഴിഞ്ഞ ആഴ്ച ആ ഒരു കാപ്പിക്കള്ളി എന്ന് പറയുന്ന നിലയിലേക്ക് ജിസേലിനെ എത്തിച്ചത്. പക്ഷേ എന്നിരുന്നിട്ടും ജിസേൽ അത് തന്ത്രപരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അതിനെ ഒരു തമാശയാക്കി മാറ്റി. ആ ഒരു കാപ്പിക്കള്ളി എന്ന വിളിയിൽ
ഷാനവാസ് വളരെയധികം വ്യക്തമായി മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം. അതിൽ 1% പോലും ഷാനവാസ് ഇടപെട്ടിട്ടില്ല. ഇത്തരത്തിൽ ജിസേൽ മറ്റുള്ളവരെ എല്ലാം തന്നിലേക്ക് അടുപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, ജിസേലിന് മറ്റു മത്സരാർത്ഥികളെ, എസ്പെഷ്യലി സ്ത്രീകളായിട്ടുള്ള മറ്റു മത്സരാർത്ഥികളോട് വെറും പുച്ഛം മാത്രമാണെന്ന് സരിക അടുത്തിടെ ജയിൽ നോമിനേഷനിൽ അഡ്രസ് ചെയ്തിരുന്നു. അതിന് കാരണം ആ ഒരു പണിപ്പുര ടാസ്കിലേക്ക് രേണുസുതിയും ശാരികയും റെന ഫാത്തിമയും പോകണമെന്ന് അഭി പറഞ്ഞപ്പോൾ ആര്യൻ ചിരിച്ചതുമായി ബന്ധപ്പെട്ട് സരിക ആര്യനെ കുറിച്ച് അവിടെ ജിസേലിനോട് ചോദിച്ചു. അതിന് ജിസേൽ പറഞ്ഞ മറുപടി, അതൊന്നും ഇത്രയും വലിയൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ അവർക്ക് പോകാൻ സാധിക്കില്ല, അവർക്ക് അതിനെ കൊണ്ട് കഴിയില്ല എന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ സരികയ്ക്ക് കുറച്ചൊക്കെ മനസ്സിലായി എങ്കിലും സരിക വളരെയധികം സബ്റ്റിലായിട്ടാണ് ഈ പറഞ്ഞ കാര്യം അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും വരെ നമുക്ക് മനസ്സിലാക്കാം, ജിസേല് മറ്റു മത്സരാർത്ഥികളെ എല്ലാം തന്നെ വളരെ നിസ്സാരക്കാരായിട്ടാണ് കാണുന്നത്. ജിസേൽ ആര്യനോട് പോലും പറഞ്ഞ ഒരു വാക്ക് ടോപ്പ് 2-ൽ എത്തുമ്പോൾ നമുക്ക് ഗെയിം കളിക്കാം എന്നാണ്. അതിനർത്ഥം മറ്റു മത്സരാർത്ഥികളെ ഒക്കെ കടത്തിവിട്ടി ഇവർ രണ്ടുപേരും, ജിസേലും ആര്യനും ടോപ്പ് 2-ൽ എത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മത്സരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അതേസമയം ജിസേലിന് നേരെ ശക്തമായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരുന്ന അനുമോൾ പോലും വളരെയധികം തണുത്ത മട്ട് ഈ ഒരാഴ്ചയിൽ കാണാൻ സാധിക്കും. കാരണം ആര്യനുമായിട്ടൊരു സൗഹൃദം അവിടെ ക്രിയേറ്റ് ചെയ്യാനും ആര്യൻ മനഃപൂർവ്വമായി അനുമോളെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നതും നമുക്ക് ഈ ഒരാഴ്ചയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഷൈത്തയുടെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഇടയിൽ നടന്ന സംഭവം പറയുകയാണെങ്കിൽ, ആര്യൻ ചെരുപ്പൂരി എറിഞ്ഞത് അവിടെ ആർക്കും ഒരു വിഷയമായി മാറിയിട്ടില്ല. ആ ഒരു വിഷയത്തെ വളരെയധികം തന്ത്രത്തോടെ അവിടെ ചീത്ത വിളിച്ചവരിലേക്ക് മാത്രം കൊണ്ടുപോയി. അതുമാത്രമല്ല, അപ്പാനിയും ഈ പറയുന്ന ആര്യന്റെ അടുത്ത് വളരെ തമാശ രൂപേണ ഈ കാര്യം സംസാരിക്കുന്നുണ്ട്. ആര്യൻ ആ സമയം ചിരിച്ചുകൊണ്ട് കുനിഞ്ഞ് ജിസേലിന്റെ അടുത്താണ് ഇരുന്നത്. എന്നിട്ട് പോലും ജിസേൽ പറഞ്ഞു ആര്യൻ കരയുകയായിരുന്നു എന്ന്. അതിനെ വളരെ തന്ത്രപരമായിട്ട് അങ്ങനെ ആര്യൻ ചെയ്തതായിട്ട് താൻ കണ്ടില്ല എന്ന് പലതവണ ആവർത്തിച്ച് പറയുമ്പോഴും മറ്റുള്ളവരൊക്കെ ആര്യനെയും അതുപോലെ ജിസേലിനെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ശബ്ദമുയർത്തി അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ ആകെ സാധിച്ചത് അഭിക്ക് മാത്രമാണ്. അഭിയുടെ ചോദ്യം ചെയ്യലിനകത്തുണ്ടായ പല വീഴ്ചകൾ, അതായത് ഉപയോഗിച്ച ചില വാക്കുകൾ, ഒനീലിനെ ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെടുത്താൻ പോലും കൊള്ളാത്ത തരത്തിലേക്ക് ചീത്ത വിളിച്ചതുകൊണ്ട് നമുക്കത് ഈ വിഷയത്തിൽ ഇടപെടുത്തണ്ട. പക്ഷേ അഭി കുറച്ചുകൂടെ മാന്യമായ വാക്കുകൾ ഉപയോഗിച്ച് ഈ ഒരു ചോദ്യം ചെയ്യലിലേക്ക് വന്നിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. എന്നാൽ അവിടെ പോലും അഭി ആര്യനെ ആയിരുന്നില്ല ആദ്യം ചൂണ്ടിക്കാണിച്ചത്, അത് റെനയെയും അതുപോലെ സരിക ചേച്ചിയുമായിരുന്നു. അവിടെ അഭി ആ പറയുന്ന പേരുകൾക്കപ്പുറം ഇനി അത് ആര്യൻ ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പോലും അവൻ ഉണ്ടായിരുന്നു എന്ന് ശക്തമായി ഒന്ന് ഉച്ചയുണ്ടാക്കുന്നു എങ്കിൽ കൂടിയും അത് ചോദ്യം ചെയ്യാൻ അഭിയും പോയിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലെ മറ്റത്രയും മത്സരാർത്ഥികൾ ഈ പറയുന്ന ജിസേലിന്റെയും ആര്യന്റെയും ഒരു ചൊൽപ്പടിക്ക് നിൽക്കുന്ന വെറും പാവകളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ജിസേലിനെ കുറിച്ചും ആര്യനെ കുറിച്ചും നിങ്ങൾക്ക് ഇനി എന്താണ് പറയാനുള്ളത്? എന്ത് പറഞ്ഞാലും ശരി, നമുക്കത് തർക്കിക്കാൻ ഒരു അവസരം കൂടിയാണ് ഈ ഒരു കമന്റ് ബോക്സ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളിലുപരി ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് തന്നെ ഈ ഒരു റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂവും എൻ്റെ ഒരു ആശയവും കൂടെ ചേർത്തിട്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പോയിട്ടും വരാം. ബൈ.